നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഓൺ ഗ്രിഡ് സോളാർ നമ്മൾ വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ സൈറ്റിൽ ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമതാണ് സൈറ്റ് അസസ്മെൻറ്റ്, അതായത് സൈറ്റ് സർവേ. സൈറ്റ് സർവേയിൽ നമ്മൾ നോക്കേണ്ടത് മെയിനായിട്ടുള്ള കാര്യം, ഒന്ന്, നമ്മൾ എത്ര കിലോ വാട്ടാണ് ഇൻവെർട്ടർ അവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ എത്ര കിലോ വാട്ട് പാനൽ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കണം. അതിന് നമുക്ക് ഒരു ചെറിയൊരു കാൽക്കുലേഷൻ എടുക്കാം. അതായത് നമുക്ക് ഒരു 1 കിലോ വാട്ട് പാനൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 10 സ്ക്വയർ മീറ്റർ ഏരിയ, ഒരു ആവറേജ് കണക്കാണ്, 10 സ്ക്വയർ മീറ്റർ ഏരിയ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കിയാൽ മതി നമുക്ക് എത്ര കിലോ വാട്ട് പാനൽ അവിടെ വെക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കാൽക്കുലേഷൻ നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഷാഡോ ഫ്രീ, അതായത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരത്തെ 6 മണി വരെ നമുക്ക് 100% ഷാഡോ ഫ്രീ, നിഴൽ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഉദ്ദേശിച്ച രീതിയിലുള്ള ജനറേഷൻ ലഭിക്കുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ ബൈഫിഷ്യൽ പാനലായാലും ശരി, നമ്മുടെ ഹാഫ് കട്ട് പാനലായാലും ശരി, ഏതിനെയായാലും ശരി, ഷാഡോ വന്ന് സെല്ലിൽ അടിച്ചു കഴിഞ്ഞാൽ ജനറേഷൻ എല്ലാത്തിനെയും ബാധിക്കും. ഇപ്പോൾ സാധാരണ പാനലുകളിൽ കുറച്ച് കൂടുതൽ ബാധിക്കും, മറ്റ് പാനലുകളിൽ കുറച്ച് ബാധിക്കും. എന്നാലും ജനറേഷൻ ആക്ച്വലി എല്ലാത്തിലും നമുക്ക് കുറഞ്ഞു വരും നിഴൽ വന്നു കഴിഞ്ഞാൽ. അടുത്തത്, ഇത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം. നമുക്കറിയാം സോളാർ പാനൽ വയ്ക്കേണ്ടത്, അതിൻ്റെ ടിറ്റാങ്കിൾ കണക്കാക്കേണ്ടത് നമ്മൾ സൗത്ത് ഏരിയ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ വയ്ക്കുക മാക്സിമം. അപ്പോൾ സൗത്ത് ഫേസ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആംഗിൾ കറക്റ്റ് നോക്കേണ്ടതുണ്ട്. ഓരോ ഏരിയയിലും നമുക്ക് എത്രയാണ് അതിൻ്റെ ടിറ്റാങ്കിൾ എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആവറേജിന് 10 മുതൽ 15 വരെ, 10 മുതൽ 20 വരെയൊക്കെ നമുക്ക് കേരളത്തിൽ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഏരിയയിൽ എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ള കണക്കാക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ അവരുടെ ബില്ല്, ഇത് നമ്മൾ ആദ്യമേ നോക്കേണ്ട കാര്യമാണ്. അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് എത്ര വരുന്നുണ്ടെന്ന് നോക്കുക. അതനുസരിച്ച് വേണം നമ്മൾ ആദ്യം ഇൻവെർട്ടർ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത സെക്ഷൻ നമ്മൾ നോക്കേണ്ടത് ഇലക്ട്രിക്കൽ പരിശോധനയാണ്. ഇലക്ട്രിക്കൽ പരിശോധനയിൽ മെയിനായിട്ട് അവിടുത്തെ കണക്ഷൻ 3 ഫേസ് ആണോ സിംഗിൾ ഫേസ് ആണോ നമ്മൾ നോക്കുക. 3 ഫേസ് ആണെങ്കിൽ 3 ഫേസ് ഇൻവെർട്ടർ സജസ്റ്റ് ചെയ്യുക. സിംഗിൾ ഫേസ് ആണെങ്കിൽ നമ്മളവിടെ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ സജസ്റ്റ് ചെയ്യുക. പിന്നെ വയറിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സർവീസ് വയർ ഒത്തിരി പഴക്കമുള്ളതാണോ നോക്കുക. ഇട്ടിരിക്കുന്ന ഫ്യൂസുകൾ ഒത്തിരി പഴക്കമുള്ളതാണോ, കത്തിയിട്ടുണ്ടോ, കരിഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡാർക്ക്നെസ് വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാളേഷന് മുമ്പ് അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, അതിൻ്റെ എർത്തിങ്, എത്രത്തോളം എർത്തിങ് ലീക്കേജ് ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം നമ്മളെന്തായാലും ഓൺ ഗ്രിഡ് വയ്ക്കുന്ന സമയത്ത് നമ്മൾ 3 എർത്തിങ് കമ്പൽസറി ആയിട്ട് കൊടുക്കാറുണ്ട്. അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ അവിടെയുള്ള മെയിൻ എർത്തിങ് എങ്ങനെയാണെന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം കസ്റ്റമർക്ക് നമ്മൾ കൊട്ടേഷൻ കൊടുക്കാവൂ. കാരണം നമുക്കറിയാം ചില വീടുകളിലൊക്കെ മേൽക്കൂര പല രീതിയിലായിരിക്കും. ഫ്ലാറ്റ് കിടക്കുന്ന റൂഫിൽ വയ്ക്കുന്ന അതേ പൈസയിൽ നമുക്ക് ഒരിക്കലും ടിൻ ഷീറ്റിൻ്റെ മേളിൽ വയ്ക്കാൻ സാധിക്കില്ല, അതുപോലെ ഓടിൻ്റെ മേളിൽ വയ്ക്കാൻ സാധിക്കില്ല. ഇതൊക്കെ നമുക്ക് ഈ ഒരു സൈറ്റ് സർവേ വഴിയിൽ കൊടുക്കാൻ സാധിക്കും. ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.